പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഒട്ടേറെ വിദ്യാർത്ഥികൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ക്വസ്റ്റ്യന് നമ്മൾ ചെയ്യുന്നത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിജിറ്റ് ഇൻ 6 പവർ 10. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നോക്കാം. ഇവിടെ ചെയ്തിട്ടുള്ളത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിജിറ്റ് 6 പവർ 10. യു ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് 6 പവർ 10 ദെൻ കൗണ്ട് ദ നമ്പർ ഓഫ് ഡിജിറ്റ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇതിൽ 8 സംഖ്യയാണ്. എങ്ങനെ 6 പവർ, നമുക്കൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കാം. ഇവിടെ ചെയ്തിരിക്കുന്നത് 6നെ 10 തവണ ഇൻറ്റു ചെയ്തു. 10 തവണ ആണല്ലോ 6 പവർ 10 എന്ന് പറയുന്നത്. 10 തവണ ഇൻറ്റു ചെയ്യലാണല്ലോ. അങ്ങനെ 6നെ 10 തവണ ഇൻറ്റു ചെയ്തപ്പോൾ എന്ത് ചെയ്ത് ആൻസർ ഈ ഇങ്ങനൊരു സംഖ്യ കിട്ടി. അതിലെത്ര ഡിജിറ്റ് ഉണ്ട് നോക്കാം. 8 ഡിജിറ്റ്. സോ ആൻസർ ഈസ് 8. ഇങ്ങനെ ഇത് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് എന്ത് ഉപയോഗിച്ചാൽ ലോഗരിതം ഉപയോഗിച്ചും ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് മാർഗം എന്ന് പറയില്ല. ഓക്കെ, ഏത് മാർഗം എന്ന് പറയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഏത് മാർഗത്തിലും ചെയ്യാവുന്നതാണ്. യൂസിങ് ലോഗരിതം. അപ്പോൾ പറയും ക്യാൻ വി കാൽക്കുലേറ്റ് യൂസിങ് ലോഗരിതം. ലോഗരിതം യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിജിറ്റ് ഇൻ n സിക്കൽ ടു ലോഗ് ബേസ് 10n + 1. ഓക്കെ, എത്ര ഉണ്ട് നോക്കും. ഓക്കെ, അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് 10 6 പവർ 10 + 1. അങ്ങനെ നമ്മൾ ലോഗ് 10 6 പവർ 1 +1 എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക 8 എന്ന് ആൻസർ കിട്ടും. ഇവിടെ 7 പോയിൻറ്റ് സംതിങ് വരിക. 7 പോയിൻറ്റ് സംതിങ് നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് 7 ആക്കും. 7 + 1 8. ഇങ്ങനെയാണ് ഇത് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യനാണ് എന്ത് ഇവിടെ എന്ത് ചെയ്ത് 2 പവർ 35 ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് 2 പവർ 35 നോക്കാം. ഇതിൽ നമുക്ക് ആൻസർ കിട്ടുക നമ്പർ ഓഫ് ഡിജിറ്റ് n = ലോഗ് 10n + 1. അതങ്ങനെ ചെയ്യുമ്പോൾ ലോഗരിതം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 10.535 എന്ന് കിട്ടും. ഇതിനെ ലോഗരിതമാറ്റിക്കായി ചെയ്യുമ്പോൾ അങ്ങനെ ആൻസർ കിട്ടും. അതിന് കിട്ടുക 10.535. അതിന് നമ്മൾ 10 ആയി കൂട്ടും. 10 + 1 11 ആയിരിക്കും. ഇനി ഇത് സിമ്പിൾ ഫോർമുലയിൽ ചെയ്യുമ്പോൾ സിമ്പിൾ മെത്തേഡ്. ഓക്കെ, സിമ്പിൾ മെത്തേഡിൽ എന്ത് ചെയ്ത് നമ്മൾ 2 പവർ 35 ആണല്ലോ. 2 പവർ 35. അപ്പോൾ എന്ത് ചെയ്ത് 2 എന്ത് ചെയ്ത് 2 × 2 × 2 × അങ്ങനെ 35 തവണ കൊണ്ട് നമ്മളെ കയ്യിലൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. സോ 11 എന്ന് ആൻസർ വരും. ഇതാണ് ഇത് വരിക. അതിൽ എത്ര നമ്പർ ഉണ്ടൊക്കെ 11 എന്നുള്ള ആൻസർ വരും. ഇങ്ങനെ ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.